ശരിക്കും ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ലൈഫ് ലൈനായിട്ട് തന്നെയാണ് മാറിയിട്ടുള്ളത്. 2 മാസം മുമ്പാണ് എനിക്കൊരു ഏർലി മോർണിംഗ് ഒരു ചെസ്റ്റിലൊരു ചെറിയ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഒരു സംശയം തോന്നിയിട്ട് ഞാൻ എൻ്റെ തൊട്ട് അയൽവക്കത്ത് തന്നെയാണ് ഈ ലൈഫ് ലൈനിൻ്റെ HR മാനേജർ ജോർജ് മുരളി സാർ താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹം ഉടൻ തന്നെ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തു. ഹോസ്പിറ്റൽ ഉടനെ തന്നെ ICUയിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ കൃഷ്ണമോഹൻ ഒക്കെയാണ് കൺസൾട്ട് ചെയ്തത്. ശരിക്കും അതൊരു BP കൂടിയതാണെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ BP വളരെ റേസ്ഡാണ്. BPക്കുള്ള മെഡിസിൻ തന്നു. ഉടനെ തന്നെ പോകാം എന്നൊക്കെയുള്ളൊരു ധാരണയിലാണ് ഹോസ്പിറ്റലിൽ കുറച്ചു നേരം കിടന്നത്. BP ഡൗൺ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഞാനൊരു യാത്രയുണ്ട്, പുറത്തേക്കൊരു യാത്രയൊക്കെ ഉണ്ട് എന്നിങ്ങനെ ഡോക്ടറെ ധരിച്ചപ്പോൾ കൃഷ്ണമോഹൻ ഡോക്ടറാണ് പറഞ്ഞത്, എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും യാത്രയ്ക്കുള്ളതല്ലേ, ജസ്റ്റ് ഒരു ആൻജിയോ ചെയ്ത് നോക്കിയാലോ, മാത്രമല്ല ഇതിൻ്റെ ഒരു ഓൺസെറ്റ് ഏർലി മോർണിംഗ് ഒക്കെ ആയതുകൊണ്ട് ഒന്ന് ആൻജിയോ ചെയ്ത് നോക്കാമെന്നുള്ള ഒരു ഡോക്ടറെ ഒരു വളരെ വയസ്സായിട്ടുള്ള ഒരു ഡിസിഷനാണ് ശരിക്കൊരു വളരെ ഈ എൻ്റെ ലൈഫിലൊരു ഒരു ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനെ തരണം ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെ ആൻജിയോ ചെയ്തപ്പോൾ 3 ബ്ലോക്കാണ് കണ്ടത്. അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയും 3 സ്റ്റെൻറ്റ് ഇടുകയും ചെയ്തു. ശരിക്കും ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉള്ളൊരു ഹോസ്പിറ്റലിലേക്ക് നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എത്തിപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ നമുക്കിങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഇത്ര അടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ രാവിലത്തെ ഒരു സിംറ്റമായിട്ട് വളരെ ദൂരെ പോവുകയും മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോവുകയും ഒക്കെ ചെയ്യേണ്ടി വരണം. അല്ലെങ്കിൽ ആദ്യം ചെറിയ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് പിന്നീട് അവിടെ നിന്ന് കൂടുതൽ സൗകര്യമുള്ളൊരു ആശുപത്രിയിലേക്കൊക്കെ പോകുക എന്ന് പറയുന്നത് ശരിക്കൊരു ടൈം കൺസ്യൂമിംഗ് ആണ്. ആ ഒരു സമയത്തിനകം നമുക്ക് പല കാര്യങ്ങളും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് അടൂർ ലൈഫ് ലൈൻ ഇത്രയേറെ സൗകര്യത്തോടു കൂടി ഒരു വളരെ മോഡേൺ സൗകര്യങ്ങളോട് കൂടി എക്സ്പെർട്ടായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ഒക്കെ സേവനത്തോടു കൂടി ഇങ്ങനൊരു ഹോസ്പിറ്റൽ ഉണ്ടായി എന്നുള്ളത് ഒരു ടൈംലി നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വളരെ എളുപ്പമാണ്. ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സർജറികളും ഒക്കെ ചെയ്യുവാനായിട്ട് നമുക്ക് വളരെ പെട്ടെന്നാണ് സാധിച്ചത്. അതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് എനിക്കൊരു ചെസ്റ്റിൻ്റെ ഒരു ഇത് തോന്നിയിട്ട്, ഹെവിനെസ് തോന്നിയിട്ട് ഏതാണ്ടൊരു 1.5 മണിക്കൂറിനകം തന്നെ ആൻജിയോപ്ലാസ്റ്റി നടത്തുവാനും ഈ സ്റ്റെൻറ്റ് ഇടുവാനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശേഷമുള്ളൊരു കെയർ ആയാലും ഡോക്ടർ കൃഷ്ണമോഹൻ്റെ ഒക്കെ ഒരു നേതൃത്വത്തിൽ ഉള്ളൊരു കെയർ, നമ്മുടെ ഒരു മന്ത്ലി ചെക്കപ്പ്, അതൊക്കെ വളരെ നമുക്കൊരു ഹോംലി അറ്റ്മോസ്ഫിയറിൽ കിട്ടുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ ഒരു ആശുപത്രിയുടെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലാതെ എല്ലാവരും ഈ പറയുന്ന പോലെ ഡോക്ടർമാരും സ്റ്റാഫും ഒക്കെ വളരെ കോഡിയലായിട്ട് പ്രവർത്തിക്കുന്നു. മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു സംശയങ്ങളുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള ടെസ്റ്റുകൾക്കുമുള്ളൊരു സംവിധാനമുണ്ട്. നമുക്ക് ദൂരെ പല സ്ഥലങ്ങളിലായിട്ട് ഓടേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ലൈഫ് ലൈൻ പോലുള്ളൊരു ഹോസ്പിറ്റൽ, പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ടാവുന്നത് വലിയ ഒരു ആൾക്കാർക്കുള്ളൊരു എന്താ പറയുക, ഒരു വലിയ എല്ലാവർക്കും വലിയൊരു സൗകര്യമാണ്. നമുക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് പകരം എത്രയും അടുത്ത് ഒരു മെഡിക്കൽ കെയർ കിട്ടുവാൻ, ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഒരു മെഡിക്കൽ കെയർ കിട്ടുവാൻ ലൈഫ് ലൈൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഇത്രയേറെ ഫെസിലിറ്റിയോടുകൂടി ഇങ്ങനൊരു ഹോസ്പിറ്റൽ തുടങ്ങിയതിലുള്ള പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു സേവനമുണ്ട്. എൻ്റെ ഒരു ലൈഫിൽ ഈ പറയുന്ന പോലെ എൻ്റെ ഒരു ലൈഫ് ലൈൻ തന്നെയാണ് ഈ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽ. ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഒരു സമയത്ത് ഇത്തരം കാര്യങ്ങൾക്ക് പോകേണ്ടി വരും ഉറപ്പായിട്ടും. അപ്പോൾ ഏറ്റവും അടുത്ത് കെയർ കിട്ടുക എന്നുള്ളൊരു പ്രധാനമാണ്. ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കെയർ കിട്ടുക എന്നുള്ളൊരു പ്രധാനമാണ്. ഹോംലി ആയിട്ടുള്ള ഒരു കെയർ കിട്ടുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറെ ഒരു സന്തോഷവും നന്ദിയും ലൈഫ് ലൈനിലെ എല്ലാ ആൾക്കാരോടും ഉണ്ട്. ജീവിതകാലം മുഴുവൻ അത് ഞാൻ ഈ ഒരു ആശുപത്രിയോടുകൂടി കടപ്പെട്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്.